ഈ വരുന്ന JCI കേസ് കാർഡ് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ വരുന്ന CSEB എക്സാമുകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ബാങ്കിംഗ് അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. Which nationwide initiative launched by the Government of India aims to help citizens locate and reclaim unclaimed bank deposits, insurance proceeds, dividends, shares, mutual funds units and pension amounts? Options നോക്കാം. ജൻധൻ സുരക്ഷ, യുവർ മണി യുവർ റൈറ്റ്, ഡിജിറ്റൽ ഫിനാൻസ് മിത്ര, സഹജ് ബാങ്കിംഗ് പോർട്ടൽ. നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടുകാരുടെയോ പണം ബാങ്കിലോ ഇൻഷുറൻസിലോ ആരും ക്ലെയിം ചെയ്യാതെ കിടക്കുന്നുണ്ടോ? ഇന്ന് ഇന്ത്യയിൽ ഇങ്ങനെ ക്ലെയിം ചെയ്യാതെ കിടക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഇങ്ങനെ അൺക്ലെയിംഡായി കിടക്കുന്ന തുകകൾ തിരികെ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ദേശവ്യാപകമായി നടത്തിയ ഒരു പ്രത്യേക ക്യാമ്പയിനാണ് യുവർ മണി യുവർ റൈറ്റ്. അപ്പോൾ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞല്ലോ അല്ലേ? ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് തുക, ഡിവിഡൻഡ്, ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ട്, പെൻഷൻ തുകകൾ ഇവയെല്ലാം നിയമപരമായി അവകാശികൾക്ക് തന്നെ തിരികെ നൽകാനാണ് ഈ ക്യാമ്പയിൻ. ഇതിനായി നിലവിൽ അൺക്ലെയിംഡ് ഇൻവെസ്റ്റ്മെന്റുകൾ തിരികെ നൽകുവാനായി പ്രവർത്തിക്കുന്ന RBIയുടെ ഉദ്ഗം പോർട്ടൽ, അതുപോലെ തന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭീമ ഭരോസ എന്ന പോർട്ടലും സെബിയുടെ മിത്ര എന്ന പോർട്ടലുകളുടെയും ഏകോപനമാണ് ഉണ്ടായിരിക്കുന്നത്. 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ നടന്ന ഈ ക്യാമ്പയിൻ വഴി ഏകദേശം 4200 കോടിയോളം രൂപയാണ് അതിന്റെ ഉടമസ്ഥർക്ക് തിരികെ നൽകിയത്. അപ്പോൾ ഓർത്തിരിക്കുക, അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ്, ഇൻഷുറൻസ് തുകകൾ, ഡിവിഡൻഡുകൾ, ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവ അതിന്റെ ഉടമസ്ഥർക്ക് തിരികെ നൽകുവാനായി കേന്ദ്ര സർക്കാർ ദേശവ്യാപകമായി നടത്തിയ പദ്ധതിയുടെ പേരാണ് യുവർ മണി യുവർ റൈറ്റ്. ഇതുപോലുള്ള ബാങ്കിംഗ് അപ്ഡേറ്റ്സിനായി സഹകാരി റൈസ് പ്ലസ് ഫോളോ ചെയ്യുക.